ഇന്ത്യൻ നേവി ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. അല്ല, ഒഴുകി അടുക്കുകയാണ്. ചരിത്രത്തിൽ ഇടം നേടുകയാണ് സദേൺ നേവൽ കമാൻഡും. കാരണം കൊച്ചിയിലെ കായലിൻ്റെ തീരത്ത് ഒരു കപ്പലിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന ഒരു കപ്പൽ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ. ഓരോ യുദ്ധവീരനും മരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ട് തന്നെ മൺമറഞ്ഞു പോയ ഒരു യുദ്ധവീരൻ്റെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്, INS വിക്രാന്ത്. ആയിരത്തി 1961 ഇന്ത്യക്ക് ഒരു വിമാനവാഹിനി കപ്പൽ സ്വന്തമാകുന്നത്, INS വിക്രാന്ത്. ബ്രിട്ടൻ നിർമ്മിതമായ HMS ഹെർക്കുലിസ് എന്ന എയർക്രാഫ്റ്റ് കാരിയറാണ് വിക്രാന്തായി ഇന്ത്യയിലെത്തിയത്. 1997 ജനുവരി 31 ഡീകമ്മീഷൻ ചെയ്ത വിമാനവാഹിനിയുടെ പിൻഗാമി പിറവിയെടുത്തത് കൊച്ചിയിലാണ്. സാങ്കേതിക തികവിലും പ്രകടനത്തിലും നിർമ്മാണത്തിലും വലിപ്പത്തിലും കിടപിടിക്കുന്ന എയർക്രാഫ്റ്റ് കാരിയർ വിക്രാന്ത് 80% തദ്ദേശീയ നിർമ്മിതിയാണ്. രാജ്യത്തിൻ്റെ അഭിമാനം നെടുന്നീളെ ഉയർത്തുന്ന വിക്രാന്തിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വിക്രാന്തിൻ്റെ 4th ഡെക്കാണ്, അതായത് താഴെ നിന്നുള്ള 4ാമത്തെ നിരയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഇവിടെ ഏകദേശം 2 ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുണ്ട് ഈ ഭാഗത്തിന് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പുറത്തുനിന്ന് എത്തുന്ന ഏകദേശം 30ഓളം എയർക്രാഫ്റ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളോടൊപ്പം നേവിയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുണ്ട്. സർ, ഇപ്പം നമ്മളിവിടെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു എയർക്രാഫ്റ്റ് വന്നാൽ അതിൻ്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും മേ ബി ഇവിടെ നടക്കുക. ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അങ്ങനെ മുകളിൽ ഫ്ലൈറ്റ് ഡെക്കിലൂടെ പറപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റ് വഴി താഴോട്ട് വന്ന് ഇവിടുത്തെ ഹാങ്ങറിൽ പാർക്ക് ചെയ്യുക. അതാണ് നമ്മളുടെ മെയിൻ എയിം ഓഫ് ദിസ് ഹാങ്ങർ. ഈ ഹാങ്ങറിൽ പാർക്ക് ചെയ്തിട്ട് അതിൻ്റേതായ ഒരു മെയിൻ്റനൻസോ അതിൻ്റേതായ ഒരു റിക്വയർമെൻറ്റോ നമ്മൾ മെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ച് ആവശ്യം വരുമ്പോൾ അത് മുകളിലോട്ട് പോയി നമ്മൾ ഫ്ലൈറ്റ് ഡെക്ക് വഴി അതിനെ പറപ്പിക്കും. അതാണ് ഫ്യൂലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളിലൂടെയാണ്. അതെ, വി ഹാവ് ദാറ്റ്. വി ഹാവ് ഫ്യൂലിംഗ് ഫെസിലിറ്റി ഓൾസോ. പിന്നെ നമുക്ക് പവർ എന്ന് പറയുന്നത് നമ്മൾ എയർക്രാഫ്റ്റ് കാരിയറിന് വി റിക്വയർഡ് എ ലോട്ട് ഓഫ് പവർ ജനറേഷൻ. വി ഹാവ് ജനറേറ്റേഴ്സ് വിച്ച് ജനറേറ്റ്സ് ദ പവർ. ആൻഡ് നമുക്ക് പറയുകയാണെങ്കിൽ ഹാഫ് ഓഫ് കൊച്ചി സിറ്റിയെ വേണമെങ്കിൽ ലൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള പവർ ഇവിടുന്ന് ജനറേറ്റ് ആവുന്നുണ്ട് ഫോർ യൂസ് ഓഫ് അവർ ഇക്വിപ്മെൻറ്റ്സ്. വിക്രാന്തിൻ്റെ ഒരു ലെങ്ത്ത് എത്രയാണ്, ഒരു ലെങ്ത് ആൻഡ് വിഡ്ത്ത് എന്നുള്ളത് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സപ്പോസ് ഒരു മിനി എയർ സ്റ്റേഷനാണല്ലോ. 262 മീറ്റേഴ്സാണ് നമ്മളുടെ ലെന്ത് ആൻഡ് 64 മീറ്റേഴ്സ് ഓഫ് വിഡ്ത്ത് ആൻഡ് 54 മീറ്റർ ഹൈറ്റ് വരെ ആണ് ഷിപ്പിൻ്റെ ഇത്. ഇറ്റ്സ് എ ലേറ്റസ്റ്റ് ടെക്നോളജി ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് കാരിയർ. നല്ലൊരു അഭിമാനമുണ്ട് ഇതിലെ ഒരു ഭാഗമായതിന്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇന്ത്യൻ മെയ്ഡ് ഷിപ്പാണ്. ഇതിൻ്റെ അകത്തൊരു 90% അല്ലെങ്കിൽ 80-90% ഇന്ത്യൻ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഷിപ്പ് നിർമ്മിക്കുന്നത്. ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഒരു എയർക്രാഫ്റ്റ് കരിയർ കൂടിയാണ് വിക്രാന്ത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നിൽക്കുന്നത് ഈ ഒരു ടേൺ ടേബിൾ എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് നമ്മൾ ഈ വരി ശ്രദ്ധിച്ചറിയാം, ഈ ഭാഗത്തുള്ളൊരു വിട്ട് എന്ന് പറയുന്നത് ഈ ടേബിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സപ്പോസ് ഒരു എയർക്രാഫ്റ്റ് വരികയാണെങ്കിൽ എയർക്രാഫ്റ്റ് ഇവിടെ എത്തിയതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പർപ്പസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എയർക്രാഫ്റ്റ് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു എയർക്രാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലാണെന്ന് പറയുന്നത്. ടേൺ ടേബിൾ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ കുറേ ഫ്ലൈറ്റുകൾ ടൈറ്റ് ചെയ്ത് വെക്കും, മനസ്സിലായോ, റോപ്പിൽ സെക്യൂർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഉടനെ നമുക്ക് മുകളിലേക്ക് വിടണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ നമ്മൾ തിരിക്കുന്നത് ഭയങ്കര പാടല്ല. അപ്പോൾ
this is machine powered. So you can just turn the table and the flight also turns. നമ്മുടെ ഇന്ത്യക്ക് നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അസറ്റ്. ഒരു മാർവലാണ് ഈ ഷിപ്പ്. അത്രയും പവർ ഉണ്ട്, അത്രയും ക്യാപ്പബിലിറ്റി ഉണ്ട്, അത്രയും ആൾക്കാരെ ഇതിൽ നമുക്ക് എൻഡ്യൂറൻസ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബിഗ്ഗസ്റ്റ് എൻജിനീയറിംഗ് മാർവൽ. ദിസ് ഷിപ്പ് ഈസ് ലൈക്ക് ദാറ്റ്. 20 വിമാനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന പഴയ വിക്രാന്ത് ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന പഴയ നാവികസേന ഉദ്യോഗസ്ഥരുണ്ട്. വിമാനവാഹിനി കപ്പലിനെ നമ്മളെപ്പോഴും മദർ എന്നാണ്, അമ്മ എന്നാണ് അറിയപ്പെടുന്നത് പറക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അതൊരു ഒരു ഒരു മഹാനഗരമാണ്. എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറഞ്ഞ ഒരു മഹാനഗരമാണ്. വിക്രാന്തിലും വിരാട്ടിലും ഒക്കെ 2000 കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു വിമാനങ്ങൾ വരുമ്പോൾ. 20 കൂടുതൽ വിമാനങ്ങൾ, 2000 ആൾക്കാർ, അതൊരു വലിയൊരു സിറ്റിയാണത്. അപ്പം അതിനകത്തുനിന്ന് നമ്മൾ പറന്ന് പൊങ്ങി പോകുന്നതും കടലിൽ 80-100 മൈൽ, അതായത് 200 കിലോമീറ്റർ ദൂരെ പോവുക, ഓരോ ഓപ്പറേഷൻസ് ചെയ്യുക, തിരിച്ചു വരുക, അത് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 1.5-2.5 ഏക്കറോളമാണ് ഇതിൻ്റെ മേളിലത്തെ ആ സർഫേസ്. അത് ഇന്ത്യയുടെ അത് ഇന്ത്യയാണ്. ആ ഒരു 2.5 ഏക്കർ കടലിലുള്ളത്, ഒഴുകി നടക്കുന്നത്, അത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അത് ഇന്ത്യയാണ് അവിടെ പോകുന്നത്. അതിൽ നിന്ന് പറക്കുക, അതിൽ ഓപ്പറേറ്റ് ചെയ്യുക, അതിൽ ചുമ്മാ നടക്കാൻ ഇറങ്ങുക. വൈകിട്ട് ഫ്ലൈയിങ് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ നടക്കാൻ വരെ ആൾക്കാർ ഡിന്നർ കഴിഞ്ഞിട്ട് ഇറങ്ങാറുണ്ട്. അത് കടലിൽ ഒരു രീതിയിലും എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു അനുഭവമാണ്. അത് നമ്മൾ പോകുന്നിടത്ത് നമ്മൾ ഇന്ത്യയും കൊണ്ടുപോയി ഇന്ത്യയിൽ നടക്കുന്നു, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ഒരു പ്രത്യേക അനുഭൂതിയാണ്. 1971 പാക് യുദ്ധത്തിലെ വിജയത്തിന് തന്ത്രപ്രധാന സ്ഥാനം വഹിച്ച INS വിക്രാന്തിന്റെ പിന്മുറക്കാരന് നിലവിലെ വിമാനവാഹിനിയായ വിക്രമാദിത്യയോട് കിടപിടിക്കുന്ന തികവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. യുദ്ധവീരന്മാർ മരിക്കുന്നില്ല എന്ന സങ്കല്പം തന്നെയാണ് വിക്രാന്തിന്റെ പുനർജന്മത്തിനും കാരണം. പഴയ വിക്രാന്തും പുതിയ വിക്രാന്തും തമ്മിൽ പേര് നല്ലതാണ്, അതേ പെഡിഗ്രിയാണ്, അതേ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അതേ അഭിമാനത്തോടെ നമ്മൾ ഉപയോഗിക്കാനാണ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആണ് ഈ പുതിയ വിക്രാന്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴെ നിന്ന് ഈ ലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എയർക്രാഫ്റ്റ് മുകളിൽ വരുന്നു, അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഓടിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ മുകളിൽ കാണുന്ന സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗം. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നേവൽ ഷിപ്പാണ്, കൂടാതെ ഒരു എയർക്രാഫ്റ്റ് കരിയർ കൂടിയാണ്. അപ്പം ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റവും ഉണ്ടാവും, എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാവും. അതിൻ്റെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണെന്ന്? സാധാരണയായി ഈ ഷിപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ വേണമെന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ ഞങ്ങളുടെ സൂപ്പർ സ്ട്രക്ചറിൽ കാണുന്ന ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഒരു ഗ്ലാസ് ഇട്ട വിൻഡോ ഉള്ള ഏരിയയാണ് ഷിപ്പിൻ്റെ കൺട്രോൾ പോയിൻറ്റ്. അതാണ് ഞങ്ങളുടെ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഏരിയ. അവിടെ നിന്നാണ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന വേറൊരു ഏരിയ ആണ് ഞങ്ങളുടെ ലാംഗ്വേജിൽ പറയുന്ന ഫ്ലൈക്കോ ഓർ ഫ്ലൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. സാധാരണ ലാൻഡ് ബേസ്ഡ് ഒരു ഏവിയേഷൻ ഫെസിലിറ്റീനെ അതിൻ്റെ ATCയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് കപ്പലിലുള്ള ഫ്ലൈക്കോ. അവിടെ നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതുമാണ് ഈ ഫ്ലൈറ്റ് ഡെക്കിലാണ്. അപ്പോൾ വിമാനത്തിൻ്റെ ഫൈറ്ററിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് ഈ ഫ്ലൈറ്റ് ഡെക്കിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്ലൈറ്റ് ഡെക്ക്. അപ്പോൾ നമുക്ക് ഈ കാണാവുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ ലാൻഡിങ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഈ കാണുന്ന റാമ്പ് പോലുള്ള ആ സ്ഥലത്തു നിന്നാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേക്ക് ഓഫ് ചെയ്തിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യുന്നത് ഈ വഴിയായിരിക്കും.
സാധാരണ എയർപോർട്ടിൽ നോക്കുമ്പോൾ 1.5 കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചുരുക്കി 200 മീറ്റർ ആകുകയാണ്. അപ്പോൾ അതിൽ വേണ്ടുന്നത് 2 കാര്യങ്ങളൊന്ന് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത്രയും സ്പീഡിൽ വരുന്ന വിമാനത്തിന് പിടിച്ചു നിർത്താൻ സാധിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചെറിയൊരു ഭാഗത്തു നിന്ന് ഇത്രയും സ്പീഡ് എടുത്ത് വിമാനത്തിന് പറക്കാൻ സാധിക്കണം. ഈ 2 കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അതായത് ഒരിക്കലും വിമാനം ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന ഏരിയ കൂടെ ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യുന്ന രീതിയില്ല. അതായത് 2 ആക്സിസ് ആയിരിക്കും. അതായത് സ്ഥലം ഒന്ന് തന്നെയാണെങ്കിലും 2 ആക്സിസിലായിരിക്കും. ഒരു ടേക്ക് ഓഫ് ചെയ്യുന്നത് വേറെ ഒരു ഡയറക്ഷനിലായിരിക്കും, ലാൻഡ് ചെയ്യുന്നത് വേറെ ഡയറക്ഷനിലായിരിക്കും. അതായത് തിരിച്ച് ലാൻഡ് ചെയ്തത് 0 സ്പീഡിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും അവർ ലാൻഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എയർക്രാഫ്റ്റ് ഇപ്പോൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള എയർക്രാഫ്റ്റുകളായിരിക്കും ഈ മുകളിൽ ഭാഗത്തുണ്ടാവാൻ, ഈ ഡെക്കിലുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ബാക്കിയുള്ള എയർക്രാഫ്റ്റുകൾ താഴെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ താഴെയിൽ നിന്ന് ഈ ലിഫ്റ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ അപ്പോൾ തന്നെ ഈ പാർക്കിംഗ് കൊണ്ടുവന്ന് ഇവിടുന്ന് പോകുന്നൊരു സാഹചര്യമാണ്. അതെ, അതായത് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ എയർക്രാഫ്റ്റാണോ ലോഞ്ച് ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള എയർക്രാഫ്റ്റുകൾ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരും. ബാക്കി മെയിൻ്റനൻസും അതുപോലെ തന്നെ അല്ലാതെയുള്ള എയർക്രാഫ്റ്റുകളെല്ലാം നമ്മൾ താഴെ ഹാങ്കറിൽ പാർക്ക് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന പഴയ വിക്രാന്തിൻ്റെ അകത്തുണ്ടായിരുന്ന എയർക്രാഫ്റ്റുകൾ അതേ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും പോലെ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങളെന്നറിയും? ഇല്ല, ഇപ്പോൾ നമ്മൾ കാലഘട്ടം ഒരുപാട് മാറി. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിമാനത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഈ എയർക്രാഫ്റ്റ് കാരിയറിലുണ്ട്. സ്വാഭാവികമായിട്ടൊരു മൂവിങ് ഷിപ്പിൻ്റെ അകത്തേക്കാണ് ഒരു വിമാനം വന്ന് നിൽക്കുന്ന രീതി ഉണ്ടാകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട പൈലറ്റുമാർക്കും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഷിപ്പിൻ്റെ മൂവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും? അത് ഞങ്ങളുടെ നേവൽ പൈലറ്റ്സ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ട്രെയിൻഡാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഡയറക്ഷൻസും അതനുസരിച്ച് അവരുടെ സ്പീഡും ഡയറക്ഷനും അവർ നിയന്ത്രിച്ചിട്ടാണ് ഡെക്കിൽ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ഓൾറെഡി നേവൽ ഏവിയേറ്റേഴ്സിന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ കമ്പയർഡ് ടു ലാൻഡ് ബേസ്ഡ് ഒരു ഏവിയേഷൻ ഫെസിലിറ്റി ഇതിന് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. കാരണം നിങ്ങൾക്ക് കാണാം ഇത് വളരെ ലെങ്ത് കുറവാണ്, ഏരിയ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ഇതിന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പ്ലസ് ഇതിനകത്ത് നമ്മൾ ലാൻഡ് ചെയ്യാൻ നേരത്ത് എയർക്രാഫ്റ്റിനെ പിടിച്ചു നിർത്താനും അതിനുള്ള സിസ്റ്റംസ് വേറെ ഓൾറെഡി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ വുഡ് വിഷ് ഓൾ ദി എല്ലാ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആൻഡ് നമുക്ക് ഇതൊരു വളരെ ഒരു അഭിമാനമുള്ള സമയമാണ്. അതുപോലെ ടൈമിംഗ് ഇന്ന് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ മുമ്പിലത്തെ ഷിപ്പ് INS വിക്രാന്ത് ഈ ഒരു 1971 വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ ഒരു വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്വർണം വിജയ് വർഷമാണ്, 71 വാറിൻ്റെ 50th ഇയർ. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഷിപ്പിനെ നമുക്ക് ട്രയൽസ് മെയ്ഡൻ സീ ട്രയൽസ് കൊണ്ടുവന്നു പറഞ്ഞാൽ ഞങ്ങളുടെ സദേൺ നേവൽ കമാൻഡ് നേവിക്കും ഇറ്റ്സ് വൺ ഓഫ് ദ പ്രൗഡസ്റ്റ് മൂമെൻറ്റ് ഫോർ അസ്. പിന്നെ ഈ ഷിപ്പിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു വാർഷിപ്പ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 3 കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. മീൻസ് ടു ഫ്ലോട്ട്, ടു മൂവ് ആൻഡ് ടു ഫൈറ്റ്. അതിലപ്പോൾ ഫസ്റ്റ് 2 സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു, ഫ്ലോട്ടിങ് ആൻഡ് ടു പ്രൂവ് ടു മൂവ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രയൽസ് പോയപ്പോൾ നമ്മുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം ചെക്ക് ചെയ്തു, നമ്മുടെ നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, പിന്നെ പവർ ജനറേഷൻ സിസ്റ്റംസ്, പിന്നെ കുറേ ഓക്സിലറി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഇനിയും ടു ഫൈറ്റിംഗ് കേപ്പബിലിറ്റി. അതിനുവേണ്ടിയുള്ള ഓൾറെഡി ചില എക്യുപ്മെൻറ്റ്സ് ഫിറ്റായി കഴിഞ്ഞു, ചിലത് ഇനിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രയൽസിന് വേണ്ടിയായിരിക്കും നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ട്രയൽസ്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെലികോപ്റ്റർ ലാൻഡിങ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇൻഫാക്ട് നമ്മളിവിടെ കുറേ ലാൻഡിങ്സ് ഈ ഷിപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഹെലികോപ്റ്റർ. ഇനി അടുത്ത സ്റ്റേജിൽ ഇനി ഫൈറ്റേഴ്സിൻ്റെ ഇതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് അറ്റ്ലീസ്റ്റ് ഒരു വർഷം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യുക, കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാവരും ശ്രമിക്കുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുമ്പോൾ ഒരു 6 ലേഡീസ് ഇതിൻ്റെ ഭാഗമായിട്ട് സെയിലിങ്ങിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. മേ ബി ഇൻ ഹിസ്റ്ററി ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റ്? ഈ ഷിപ്പിനെ വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഓഫ് മെനി ഫസ്റ്റ് എന്ന് പറയാം. ഫസ്റ്റ് ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് carrier built in India, first warship built by Cochin Shipyard Limited. And I think trials ആദ്യമായിട്ടായിരിക്കും 6 ladies, 2 naval officers, 4 engineers from Cochin Shipyard അവരും ഈ ട്രയൽസിൻ്റെ ഭാഗമായിട്ട്
ഷോൾഡർ ടു ഷോൾഡർ അവർ ഉണ്ടായിരുന്നു ഈ 5 ദിവസം കടലിൽ ഫോർ ദി ട്രയൽസിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. തദ്ദേശീയമായ നിർമ്മാണം എന്ന സ്വപ്നത്താൽ 2004 പുതിയ വിമാനവാഹിനി നിർമ്മാണത്തിന് ഉത്തരവുണ്ടാകുന്നത്. രാജ്യത്തെ മികച്ച കപ്പൽ നിർമ്മാണശാല എന്ന നിലയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് 2009 പദ്ധതി ആവിഷ്കരിച്ചു. 2013 മുതലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിക്രാന്ത് കൊച്ചിയുടെ തീരത്ത്. ആദ്യഘട്ട പരീക്ഷണങ്ങളും നിർമ്മാണങ്ങളും പൂർത്തിയാക്കിയ വിക്രാന്ത് നിരവധി ചരിത്രം കൂടി രചിക്കുന്നുണ്ട്. അതിലൊന്നാണ് വനിതകളുടെ സാന്നിധ്യം. വനിതകളെ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണവും ട്രയലുകളും നടത്തിയത്. ഞങ്ങൾ ഇതിൽ 2-3 വർഷമായി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾ ഇതുമായിട്ട് ഇതിൻ്റെ സിസ്റ്റംസ് ആയി അസോസിയേറ്റ് ആയിട്ട് ഏകദേശം അത്രത്തോളമായി. അപ്പം ഞങ്ങളുടെ സിസ്റ്റംസ് ഒക്കെ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഫങ്ഷൻ ചെയ്ത് കണ്ടപ്പോൾ ഇറ്റ് വാസ് എ ഹാപ്പി മൂമെൻറ്റ്. ആൻഡ് വൺ എമംഗ് ദ 6 ലേഡീസ് ഹു ഹാവ് സെയിൽഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദിസ് വിക്രാന്ത്, അതൊരു അഭിമാനകരമായ നിമിഷമായിരുന്നു. ആൻഡ് ദറ്റ് ടു ഇൻ ആർ കേരള. റൺവേ അടക്കം ഉൾക്കൊള്ളുന്ന ഭാഗം 2.5 ഏക്കറിന് മുകളിലുണ്ടെന്നാണ് കണക്ക്. നേവിക്ക് കൈമാറുന്നത് വരെ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഷിപ്പ് അഥവാ ISC വിക്രാന്ത് എന്നാണ് വിളിപ്പേരുണ്ടാവുക. ശേഷം ഇന്ത്യൻ നേവൽ ഷിപ്പ് അഥവാ INS വിക്രാന്തായി മാറും. അതിന് അടുത്ത ആഗസ്റ്റ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന പ്രതീക്ഷയിലാണ് സദേൺ നേവൽ കമാൻഡ് ഫ്ലാഗ് ഓഫീസർ AK ചൗളയും. Yes, I think this is a proud moment for India, for the entire Indian Navy, for the entire industry. It's a special moment of pride for, of course, Southern Naval Command, because we are co-located, as also Kochi Shipyard, which has built the ship. But as I mentioned, this is a team effort, and a lot of people have been involved over many years. So I don't think any particular agency can really, take the pride individually. It's a collective feeling of pride, and I think for India it's a moment of pride. നൂറ്റാണ്ടിലൊരിക്കലെ ഒരു പ്രതിഭാസമാണ് ഒരു വാർഷിപ്പ്, അതും ഒരു എയർക്രാഫ്റ്റ് വാർഷിപ്പ് നിർമ്മിക്കുക എന്നുള്ളത്. അഭിമാനപൂർവമായ ആ ദൗത്യം ഏറ്റെടുത്തതും നടത്തിയതും കൊച്ചിയിലെ ഷിപ്പ്യാർഡാണ്. അതിന് കാർമ്മികത്വം വഹിച്ച് ഒരുമിച്ച് നിന്നവർക്കെല്ലാം അഭിമാനമുണ്ട് എന്നതുപോലെ തന്നെ ഞങ്ങളും അഭിമാനം കൊള്ളുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. സോൾജേഴ്സ് ഒരിക്കലും മരിക്കുന്നില്ല, അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ്. അപ്പോൾ നമ്മളുടെ കപ്പലുകളും ബാക്കി ബേസസിൻ്റെയൊക്കെ പേരുകൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്ന പേരുകളാണ്. ആ പേരുകൾ ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് ഒരു കപ്പൽ പോയാൽ അതേ പേരിൽ അടുത്ത കപ്പൽ വരും.